ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി മരിക്കാൻ കൊതിക്കുന്നവരാണോ നിങ്ങൾ? ആണോ? അങ്ങനെയാണെങ്കിൽ ഈ ജീവികൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി മരിക്കുന്നതിന് തടസ്സമാണ്. ഏതൊക്കെയാണ് ആ ജീവികൾ? എങ്ങനെയാണ് അതിനെ തിരിച്ചറിയുക? തിരിച്ചറിഞ്ഞിട്ട് ആ ജീവികളെ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞില്ലെങ്കിൽ, കൊന്നു കളഞ്ഞില്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി മരിക്കാൻ പറ്റൂല. ഉസ്താദ് എന്തൊക്കെയാണ് പറയണത്? നമുക്കൊന്ന് കേട്ടു നോക്കാം, പഠിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹിലായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പി അല്ലേ എല്ലാവരും? സത ഞങ്ങളൊക്കെ കലിമ ചൊല്ലി മരിക്കാൻ ആഗ്രഹിക്കുന്നവരാ, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാ. ഈ ജീവികൾ അതിന് തടസ്സം നിൽക്കുമെന്ന് ഉസ്താദ് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഉസ്താദേ ജീവികൾ? അതിനെ കൊല്ലണമെന്ന് പറഞ്ഞാൽ ഒരു ജീവിനെയൊക്കെ അങ്ങനെ അങ്ങോട്ട് കൊല്ലാൻ പറ്റുമോ? ഉസ്താദ് എന്തുട്ടൊക്കെ പറയണത്? ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ ദുനിയാവും ആഖിറവും തകർന്നു പോകുന്ന വിഷയമാണ്. നമ്മുടെ കലിമ, നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലിയർ ആകുന്നതിന് തടസ്സം നിൽക്കുന്ന ചില ജീവികളുണ്ട്. അതിനെ കൊല്ലുക തന്നെ വേണം. പഠിച്ചാലോ നമുക്ക്? കുറച്ച് ദിവസം മുമ്പ് നമ്മൾ നെഫ്സിൻ്റെ വിഷയം പഠിച്ചു അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് റെഡിയാവണമെങ്കിൽ നെഫ്സ് ഒന്ന് ക്ലിയർ ആക്കണം. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന്. ശരിക്ക് പഠിക്കണം, തറായിട്ട് പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ ദുനിയാവ് ആഖിറവും തകരും. അള്ളാഹു ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. പഠിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവും, അത് പ്രയോഗത്തിൽ കൊണ്ടുവന്നാൽ ഈ ദുനിയാവും ആഖിറവും നമുക്ക് സ്വർഗ്ഗമായി തീരും. അള്ളാഹു അത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏതായാലും ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഈമാനിന് 2-3 സ്റ്റെപ്പുകളുണ്ട്. ഈമാനിന് 2-3 സ്റ്റെപ്പുകളുണ്ട്. പക്ഷെ ആ സ്റ്റെപ്പ് കയറാനായിട്ട് നമ്മുടെ നഫ്സ്, പിശാജ് നമ്മളെ സമ്മതിക്കൂല. നമുക്ക് ആ സ്റ്റെപ്പ് കയറണ്ടേ? ഒന്ന് ഉഷാറായിട്ട് പറഞ്ഞേ, കയറണ്ടേ? അയ്യോ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. വലിൽ ഈമാനി സലാസു മറാത്തിബ. ഈമാനിന് 3 പടികളുണ്ട്. ഈമാനിന് എത്ര പടികളുണ്ട്? 3 പടികൾ. നമുക്ക് ആ പടികളൊന്ന് പഠിച്ചാലോ? ഒന്ന് ലോക്കൽ ഈമാനാണ്. ഏത് ഈമാൻ? ലോക്കൽ, സാധാരണക്കാരുടെ ഈമാൻ. ഈമാനുൽ അവാം, സാധാരണക്കാരുടെ ഈമാനാണ്. എന്താണ് ആ ഈമാന്റെ പ്രത്യേകത എന്നറിയോ? വഹുവൽ ഈമാനു തഖ്ലീദിൽ മഹ്ളി. ശരിക്ക് ചെവി പോരാ, ഖൽബ് ഇങ്ങോട്ട് തരണം. കേൾക്കണില്ലേ? ഖൽബ് കൊണ്ട് കേൾക്കണില്ലേ? കേൾക്കണം. അപ്പൊ സാധാരണക്കാരുടെ ഈമാന്റെ പ്രത്യേകത എന്താ? അത് ഈമാനു തഖ്ലീദിൽ മഹ്ളി, അന്ധമായ അനുകരണത്തിന്റെ ഈമാൻ. അന്ധമായ കേട്ടറിഞ്ഞ വിശ്വാസം. അല്ലാഹ് ഏകനാണ്. മോൻ എങ്ങനെ അറിഞ്ഞു? അതും മിച്ചി പറഞ്ഞു. മദ്രസയിൽ പഠിച്ചു, വാഴയിൽ ഉസ്താദ് പറയണത് കേട്ടു. ശരിയല്ലേ? നമ്മൾ ഭൂരിഭാഗം ആളുകളുടെ ഈമാൻ അതല്ലേ? ആണോ അല്ലേ? അതെ. ഈ ഈമാൻ വേഗം തകരും. ഈ ഈമാന് ഒരിക്കലും പ്രതിസന്ധിയെ അതിജയിക്കാൻ കഴിയൂല എന്നുള്ളതാണ്. പിശാജ് വെറുതെ ഒന്ന് മാന്തിയ തകരുന്ന ഈമാനാണത്. പിശാജ് വെറുതെ ഒന്ന് മാന്തിയാ മതി. ഒരു യുക്തിവാദിയുടെ മുമ്പിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഈ ഈമാൻ തകരോ ഇല്ലേ? തകരും. ഇതാണ് ലോക്കൽ ഈമാൻ. ഇനി രണ്ടാമത്തൊരു പടിയുണ്ട്. അത് ഈമാനുൽ മുത്തക്കല്ലിമീൻ. ഈമാനുൽ മുത്തക്കല്ലിമീൻ, ഇൽമുൽ കലാം പഠിച്ച പണ്ഡിതരുടെ ഈമാനാണത്. ഇൽമുൽ കലാം, വിശ്വാസശാസ്ത്രം പഠിച്ചവരുടെ, അതായത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാനെ അറിഞ്ഞ ആളുകളുടെ ഈമാൻ. സംഗതി അത് ഇത്തിരി കൂടിയതാണെങ്കിലും അതും തകരും. ഇപ്പൊ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹ് ഏകനാണ്. എന്താ തെളിവ്? അതിന് തെളിവുണ്ട്. 2 ദൈവം ഉണ്ടായി കഴിഞ്ഞാൽ ലോകം അങ്ങനെയാകും ഇങ്ങനെയാകും പറയാൻ നമുക്ക് ഉത്തരമുണ്ട് അല്ലേ? അള്ളാഹു ശക്തനാണ്. എന്താ തെളിവ്? അത് ഈ സൃഷ്ടിജാലങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവന്റെ സൃഷ്ടിപ്പും അവന്റെ ശക്തിയും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. തെളിവുകൾ നമുക്ക് പറയാനില്ലേ? അല്ലേ?
ഈ തെളിവും അതിനേക്കാൾ വലിയൊരു ബുദ്ധിമാ മുമ്പിൽ വന്നു നിന്നാൽ ആ തെളിവ് എന്ത് ചെയ്യും? തകരും. ഇനി മൂന്നാമത്തെ ഒരു ഈമാനുണ്ട്, ഈമാനുൽ ആരിഫീൻ. ഒരിക്കലും തകരാത്ത ഈമാൻ, ആരിഫീങ്ങളുടെ ഈമാൻ, അള്ളാനെ അറിഞ്ഞവരുടെ ഈമാൻ, അംബിയാക്കളുടെ, ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ ഈമാൻ. ഈമാനുൽ ആരിഫീൻ അത് പറഞ്ഞു കേട്ട അറിവല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസവുമല്ല. വഹുവൽ മുശാഹദത്തു ബിനൂരിൽ യഖീൻ. എങ്ങനെ? വഹുവൽ മുശാഹദത്തു ബിനൂരിൽ യഖീൻ. ഉറപ്പിന്റെ വെളിച്ചം കൊണ്ട് ആസ്വദിക്കുന്ന ഈമാൻ. ഉറപ്പിന്റെ വെളിച്ചം കൊണ്ട് ആസ്വദിക്കുന്ന ഈമാൻ. നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഞാൻ. നൂറുൽ യഖീൻ ഇല്ലേ, അത് ആ ലൈറ്റ് പവർ കട്ടിൽ അണഞ്ഞു പോവോ? ഇല്ല. അണഞ്ഞു പോവോ? ഉറപ്പിന്റെ വെളിച്ചം കൊണ്ട്, ഖൽബ് കൊണ്ട് റബ്ബുൽ ആലമീനെ കണ്ടെത്തിയിട്ട് പറയുന്ന, വിശ്വസിക്കുന്ന ഈമാൻ ഉണ്ടല്ലോ, അതാണ് ഈമാനുൽ ആരിഫീൻ. അവർക്ക് എന്ത് പറയാൻ പറ്റൂ? അശ്ഹദു അല്ലാ ഇലാഹ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, മാസപ്പിറവി കാണുന്ന സമയത്ത് മാസപ്പിറ കണ്ട ആള് കാളിയാരോട് പറയുന്ന ഒരു വാക്കുണ്ട്, പറയേണ്ട ഒരു വാക്കുണ്ട്. ഫിഖ്ഹിന്റെ കിതാബുകളിൽ കാണാം, അയാള് ഞാനിപ്പോ മാസപ്പിറ കണ്ടെങ്കിൽ കാളിയാരോട് പോയി പറയണം, അശ്ഹദു അന്നി റഅയ്തുൽ ഹിലാല. കാളിയാരെ, ഞാൻ പിറ കണ്ടുവെന്ന് സാക്ഷ്യം വഹിക്കുന്നു, ഞാൻ കണ്ടിട്ടാണ് പറഞ്ഞത്, അല്ലേ? അപ്പൊ ആദ്യത്തെ രണ്ട് ഈമാൻ കാറ്റഗറിയിലുള്ളവർക്കും അശ്ഹദു പറയാൻ പറ്റുമോ? കാരണം അവർ കൽബിന്റെ കണ്ണുകൊണ്ട് ആരെ കണ്ടില്ല? അല്ലാഹനെ കണ്ടില്ല. എന്നാൽ മൂന്നാമത്തെ ടീം ആരിഫീങ്ങൾ, അവർ കൽബിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് പറയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ആ ഈമാൻ കിട്ടണം. ആ ഈമാൻ കിട്ടിയിട്ട് ഒരു തവണയെങ്കിലും മരിക്കുന്നതിന് മുൻപ് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബ് റസൂലുള്ളാഹ്. എന്റെ സമുദായത്തിൽ കുറെ മനുഷ്യന്മാരുണ്ട്, നേരം വെളുക്കുമ്പോൾ മുസ്ലിം ആയിരിക്കും, വൈകുന്നേരം കാഫിറാവും. രാത്രി മുസ്ലിം ആയിരിക്കും, ഫയുസ്ബിഹു കാഫിറ, നേരം വെളുക്കുമ്പോൾ കാഫിറായി പോവും. ഉറപ്പില്ലാത്ത, തകർന്നു പോകുന്ന ഈമാനുള്ള കുറെ ആളുകൾ എൻ്റെ സമൂഹത്തിലുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്ന് പറഞ്ഞ 3 ഈമാൻ. ഒന്നാമത്തെ ഈമാൻ ഏതാ? സാധാരണക്കാരുടെ ഈമാൻ. എന്താ അതിന്റെ പ്രത്യേകത? എന്താ? കേട്ടറിവ് കൊണ്ടുള്ള ഈമാൻ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഖത്തീബ് റൂമിലുണ്ടോ? ഖത്തീബ് കലാപുണ്ടാക്കരുത്, എവിടെയെങ്കിലും പോയിക്കോട്ടെ പാവം. ഖത്തീബ് റൂമിലുണ്ടോ? ഞാൻ എങ്ങനെ വിശ്വസിക്കും? 3 ഈമാൻ നമുക്ക് മനസ്സിലാൻ വേണ്ടി പറയണം. ഒന്നാമത്തേത് എന്താണ് നമ്മൾ പറഞ്ഞത്? കേട്ടറിവ്. അപ്പൊ നമ്മുടെ ഷാജുട്ടിക്ക് അവിടെ നിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പൊ ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഷാജുട്ടിക്ക് ചോദിച്ചു, ഖത്തീബ് ഉസ്താദ് റൂമിലുണ്ടാ? പിന്നെ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ ഉസ്താദ്? റൂമിലുണ്ടാവും, പോയിക്കോ. ഇത് ശരിയാകാൻ എത്ര സാധ്യതയുണ്ട്? ചിലപ്പോൾ ഉസ്താദ് എവിടെയെങ്കിലും പരിപാടിക്ക് പോയിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ പറഞ്ഞാള് കള്ളത്തരം പറഞ്ഞിട്ടുണ്ടാകാം. ചിലപ്പോൾ മൂപ്പര് കള്ളത്തരം പറഞ്ഞായിരിക്കൂല, മൂപ്പര് ചിലപ്പോൾ നല്ലത് ഉദ്ദേശിച്ചിട്ടുണ്ടാവും. വെള്ളിയാഴ്ച ദിവസം മൂപ്പര് ഇവിടെ ഉണ്ടാവണം. അത് പക്ഷെ മൂപ്പര് വേറെ പരിപാടിക്ക് പോയിട്ടുണ്ട്, ഇതാർക്കറിയില്ല, പറഞ്ഞ ആൾക്കറിയില്ല. അപ്പോൾ അത് തെറ്റാൻ സാധ്യതയില്ലേ? എന്നതുപോലെ നമ്മള് പറഞ്ഞു കേട്ട ആള്, അതായത് നമ്മളോട് നല്ല ആളുകളാണ് പറഞ്ഞു തന്നതെങ്കിലും ആ ഇൽമ് കേട്ട് അവരെ പിൻപറ്റി പോവുകയാണെങ്കിൽ അവർക്ക് സംഭവിക്കുന്ന തെറ്റ് നമുക്കും സംഭവിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ ഉമ്മച്ചി നല്ല ആളാണ്, ഉമ്മച്ചി എനിക്ക് പഠിപ്പിച്ചു തന്നു, മോനെ ഇന്നതാണ് പാത, ഉമ്മച്ചിയുടെ വഴിയേ ഞാൻ നടന്നു. പക്ഷെ ആ സമയത്ത് എന്ത് പറ്റും? അത്രത്തോളം വലിയ ആരിഫല്ലാത്ത എൻ്റെ ഉമ്മച്ചി പഠിപ്പിച്ചു തന്നതിന്റെ പിന്നാലെ മാത്രം ഞാൻ പോയാൽ ഉമ്മച്ചിക്ക് പറ്റുന്ന അബദ്ധമൊക്കെ എനിക്ക് പറ്റും. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. സാധാരണക്കാരുടെ ഈമാൻ എന്ന് പറഞ്ഞാല് അള്ളാന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും. ഈ കേട്ടുകേൾവിയുടെ ഈമാൻ സാധാരണക്കാർക്ക് ആ പടച്ചോന്റെ കാരുണ്യം കൊണ്ട് ചിലപ്പോ അവൻ എന്ത് ചെയ്തേക്കാം? രക്ഷപ്പെട്ടേക്കാം. പക്ഷെ ദുനിയാവിലെ പ്രതിസന്ധിയെ അതിജയിക്കാൻ ആ ഈമാൻ കൊണ്ട് പറ്റൂല, തകർന്നു പോകും. ആ ഈമാനിന്റെ രസം അനുഭവിക്കാൻ പറ്റുമവന്? പറ്റൂല. ആ ഈമാനിന്റെ രുചി ആസ്വദിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ആ ഈമാൻ കൊണ്ട് എന്ത് കാര്യമുള്ളത്? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കേട്ടുകേൾവിയുടെ ഈമാൻ മതിയോ? പോരാ. ഇനി രണ്ടാമത്തെ എന്താ പറഞ്ഞ നമ്മള്? തെളിവുകളുടെ ഭാവം. അപ്പം ഇതൊക്കെ വരികയാണ്.
എടാ ഹത്തീബ് സാഹ് റൂമിലുണ്ടോ? പിന്നെ ഹത്തീബിന്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്. തെളിവായോ ഇല്ലേ? പക്ഷെ റൂമിൽ ഒന്ന് നോക്കും ഭാര്യയില്ല, ഹത്തീബ് വേറെ വണ്ടിക്ക് മുങ്ങിയിട്ടുണ്ട്. സംഗതി ശരിയല്ലേ? തെളിവ് കൊണ്ട് മാത്രം അത് റെഡിയായോ? ഇനിയിപ്പോ നമ്മൾ തെളിവ് കൊണ്ട് വിശ്വസിച്ചു എന്ന് വെക്കാം. നമ്മളെക്കാൾ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ മുമ്പിൽ വന്ന് നിന്നാൽ തെളിവുകളൊക്കെ അടിച്ചു പൊളിച്ച് കയ്യിൽ തരും, അല്ലേ? അങ്ങനെ തന്നെ. ഇപ്പൊ മഹാനായ ഇമാം ഫഖറുദ്ദീനുർ റാസി തഫ്സീറുൽ കബീർ എഴുതിയ വലിയ പണ്ഡിതനാണ്, തൗഹീദിന് വേണ്ടി നിലനിന്ന വലിയ മഹാനാണ് റാസി ഇമാം റഹിമഹുല്ലാ. വഫാത്തിന്റെ ഘട്ടത്തിൽ ഇബ്ലീസ് വന്നു. ചരിത്രത്തിൽ കാണാം, ശക്തമായ സംവാദം നടക്കുകയാണ്. റാസി ഇമാം ഒരു തെളിവ് പറയും, ഇബ്ലീസ് അതിന്റെ ഡബിൾ സ്ട്രോങ് ഉള്ള തെളിവ് പറഞ്ഞാൽ തെളിവിനെ അങ്ങ് തകർക്കും. കുറെ ആയപ്പോ അള്ളാഹിനോട് പറഞ്ഞു, യാ റബ്ബി യാ റബ്ബി, ഈ ജീവിതകാലം മുഴുവൻ ഞാൻ ജീവിച്ചത് നിന്റെ ഖുർആനിന് തഫ്സീർ എഴുതാനാണ് അല്ലാ, നിന്റെ ഇൽമു പ്രചരിപ്പിക്കാനാണ് അല്ലാ. പടച്ചോനെ, എന്റെ ഈമാൻ തകരുന്നൊരു ഘട്ടം ഉണ്ടാകരുതല്ല. പടച്ചോനിലേക്ക് കൈ ഉയർത്താൻ ആര്? ഇമാം റാസി തങ്ങള്. അതായത് റാസി ഇമാമ് അള്ളാന്റെ കുറച്ച് ആരിഫീങ്ങളോടൊപ്പം ചങ്ങാത്തം കൂടിയിരുന്നു. ഖുർആനിലൊരു ആയത്തുണ്ട്, കൂനൂ മഅസ് സ്വാദിഖീൻ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ സത്യസാക്ഷ്യം വഹിച്ച ആളുകളോടൊപ്പം നിങ്ങൾ കൂടണേ. അതിൽപ്പെട്ട ഒരാളായിരുന്നു മഹാനായ മുഹയ്യിദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു. മുഹയ്യിദ്ദീൻ ഇബ്നു അറബി തങ്ങളുടെ ചങ്ങാതിയായിരുന്നു ആര്? റാസി ഇമാം. അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചു. ഇബ്ലീസിനോട് പറഞ്ഞു, ഒരു തെളിവും വേണ്ടടാ, ഖുൽ ഹുവല്ലാഹു അഹദ്, അവിടെ ഉറച്ചു നിൽക്കാണ് ഞാൻ, അല്ലാഹ് ഏകനാണ്. ശൈത്താനെ വിരട്ടി ഓടിച്ചു എന്നാണ്. അപ്പൊ കേവലം തെളിവ് പറഞ്ഞാൽ അതിനേക്കാളും വലിയ തെളിവ് ആര് പറയും? നമ്മളെക്കാൾ ബുദ്ധിയുള്ള ഒരാൾ വന്നാൽ ആ തെളിവിന് വാല്യൂ ഉണ്ടോ? ഇനി മൂന്നാമത്തെ തെളിവ്. മൂന്നാമത്തെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ആരിഫീങ്ങളുടെ അനുഭവ സാക്ഷ്യത്തിലുള്ള ഈമാൻ. നേരെ ഹത്തീബ് ഉസ്താദിന്റെ റൂമിൽ ഒന്ന് മുട്ടി, അസ്സലാമു അലൈക്കും ഉസ്താദേ എന്ന് പറഞ്ഞ് കയ്യങ്ങ് കൊടുത്തു. ഇതാണ് അനുഭവത്തിന്റെ ഈമാൻ. ആരെ കണ്ടു? ഹത്തീബിനെ കണ്ടു. ആണോ അല്ലേ? ഇനി അതിൽ സംശയിക്കാൻ സാധ്യതയുണ്ടോ? വല്ല സംശയത്തിന് സ്കോപ്പ് ഉണ്ടോ? മൊയ്ലാരി രൂപം മാറി ഒന്നാന്ന് പറയോ? അല്ലെങ്കിൽ മൊയ്ലാരി കോലത്തിൽ ചെയ്താലോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല. ഉസ്താദ് തന്നെ ഇതുപോലെ ഖൽബിന്റെ കണ്ണുകൊണ്ട് അല്ലാഹനെ കണ്ടവരാണ് ആരിഫീങ്ങൾ. അതിങ്ങനെ കണ്ട് ആ ഖൽബ് കൊണ്ട് മഅരിഫത്ത് ആസ്വദിച്ചിട്ട് പറയും, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മുശാഹദത്തു ബിന്നൂരിൽ യഖീൻ, ഉറപ്പിന്റെ വെളിച്ചം കൊണ്ട് സത്യസാക്ഷ്യം പറഞ്ഞവരാണ് അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ. അതാണ് തൗഹീദിന്റെ അത്യുന്നത മണ്ഡലം. വേണോ വേണ്ടേ? അതായത് പടച്ചോന്റെ വീട്ടിൽ പോയിട്ട് അള്ളാനെ കാണാന്നല്ല പറയണത്. അള്ളാഹ് അങ്ങനെ ഒരു വീടുമില്ല. ഖൽബില് അള്ളാന്റെ മഅരിഫത്ത് ആസ്വദിക്കാം. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, റആ ഖൽബി റബ്ബി, റആ ഖൽബി റബ്ബി, എന്റെ ഹൃദയം എന്റെ നാഥനെ കണ്ടിരിക്കുന്നു. എന്റെ ഹൃദയം. ഹബീബ് റസൂലുള്ളാഹ് തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഐനല്ലാഹ്, പടച്ചോൻ എവിടെ? ഫിസ്സമാ ഔ ഫിൽ അർദ്, അല്ലാഹ് ആകാശത്താണോ ഭൂമിയിലാണോ നബിയെ? നമ്മൾ ദ്വാരക്കുമ്പോ എങ്ങടെ കൈ ഉയർത്തണേ? ആകാശത്താണോ അല്ലാഹ്? സുജൂദ് ചെയ്യുമ്പോ എങ്ങടെ നമ്മൾ മൂക്കുകുത്തണേ? താഴോട്ട്. അല്ലാഹ് ഭൂമിയിലാണോ? ഇവിടെങ്ങുമല്ല. ഫീ ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലാണ് ആരുള്ളത്? സയ്യിദ്, അതായത് അല്ലാഹ് ഇവിടെ ഇരിക്കുകയാണെന്നല്ല കേട്ടോ അതിന്റെ അർത്ഥം. അള്ളാഹുവിനുള്ള ഇടം അതെവിടെയാണ്? അള്ളാഹനെ വഹിക്കാൻ കഴിയുന്നത് മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിനാണ്. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ്. അപ്പൊ നമ്മുടെ ഈമാനിൽ ഒരു ത്രില്ല് വേണം. എന്ത് വേണം? ത്രില്ല് വേണം. ഒരു സംഗതിയാണ് ഇവിടെ ഈമാൻ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കോട്ടുമായിട്ട് ഉറങ്ങണം. എന്തുകൊണ്ട് ത്രില്ല്? ഇത് അനുഭവിക്കുന്നവരുടെ ഒരു രസമുണ്ടല്ലോ. ഇതുപോലൊരു സുഖം വേറൊന്നിനുണ്ടാവില്ല. അള്ളാനെ ആസ്വദിക്കുക, അള്ളാനെ ആസ്വദിക്കുക, അള്ളാനെ അറിയുക. മാരക രോഗം വരുമ്പോഴും കയ്യും കാലും മുറിച്ചു മാറ്റപ്പെട്ടപ്പോഴും പുഞ്ചിരിച്ചു നിന്നൊരു മനുഷ്യൻ എനിക്ക് പരിചയമുണ്ട്. തമിഴ്നാട്ടുകാരനാ. അദ്ദേഹം ഒരിക്കലും എന്നെ വെളിവാക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പേര് പറയണില്ല. കയ്യും കാലും മുറിച്ചു മാറ്റപ്പെട്ടു, ഷുഗർ വന്ന് പഴുത്തതാണ്.
ആ കൈകാലുകൾ മുറിച്ചു മാറ്റപ്പെട്ടപ്പോഴും ചിരിച്ചു നിന്നൊരു മനുഷ്യൻ. ടെൻഷനില്ല, സങ്കടമില്ല, ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമില്ല. കാരണം ആ മഅരിഫത്തിന്റെ കണ്ണുകൊണ്ട് ആരെ ആസ്വദിച്ചിട്ടുണ്ട്? അല്ലാഹനെ ആസ്വദിച്ചിട്ടുണ്ട്. മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനിപ്പോ എന്തൊരു മാർഗം? ഖൽബിന്റെ അകത്ത് കോട്ട കെട്ടിയിട്ടുള്ള പിശാചിന്റെ സാമ്രാജ്യം പൊളിക്കണം. നമുക്ക് പൊളിച്ചു കളഞ്ഞാലോ? ഉണ്ടോ? പൊളിച്ചു കളഞ്ഞാലോ? നമ്മുടെ ഖൽബിന്റെ അകത്തൊരു മോടിയുണ്ട്. മഴവും കൊണ്ട് വെട്ടണം എന്ന് പറയണത്. നമ്മുടെ ഖൽബിൽ ആരുണ്ട്? മോടിയുണ്ട്. പുറത്തൊരു മോടിയുണ്ട്, അകത്തൊരു. നിങ്ങൾ പറയാം ആരുണ്ട്? ഒരു ഉദാഹരണം പറഞ്ഞാൽ സ്വജനപക്ഷപാതം. ഞാനും കെട്ടിയോളും കുട്ടിയോളും വേറെ ആരിലേക്കും നോക്കൂല. അതൊരു മോടിയാണ്. എവിടെയുണ്ട്? വർഗീയത. എന്റെ കുടുംബം മാത്രം രക്ഷപ്പെട്ടാൽ മതി, എന്റെ കുടുംബത്തെ നന്നാക്കണേ അല്ല, മറ്റുള്ളവരുടെ കുടുംബത്തിന് അത് നമ്മുടെ ഡ്യൂട്ടിയല്ല. അവനവനായിക്കോട്ടെ. ഇവൻ കൽബിലുള്ള മോടിക്കെതിരെ യുദ്ധം ചെയ്യാതെ പുറത്തുള്ള മോടിക്ക് മാത്രം എതിരെ യുദ്ധം ചെയ്തുകൊണ്ട് നടക്കാൻ ഇവൻ തോറ്റുപോകും. സയ്യിദുനാ റസൂലുള്ളാഹ്. അതായത് ഓരോ ദുഷ്ടത്തരവും ഏറ്റവും മോശം സ്വഭാവത്തെയും പ്രതിനിധീകരിക്കുന്ന മനസ്സ് നമുക്കുണ്ട് എന്നാണ്. അള്ളാഹു അതിനെ ഭംഗിയാക്കി തരുമാറാകട്ടെ. ഇപ്പൊ ഞാൻ പറയാം, മലക്കുകൾക്ക് പറയുന്നത് മുഖറബീങ്ങൾ എന്നാണ്. എന്താ പറയാ? മുഖറബുകൾ, അള്ളാഹുവിലേക്ക് അടുത്തവരാണ്. മനുഷ്യൻ മുഖറബാണോ? അല്ല. എന്താ അതിന്റെ കാരണം? ഉറക്കം വരുന്നുണ്ടോ? മലക്കുകൾ മുഖറബുകളാണ്, മനുഷ്യനാരല്ല. മനുഷ്യൻ അടുക്കും, മലക്കുകളെക്കാളൊക്കെ ഉയരും. പക്ഷെ സാധാരണഗതിയിൽ മനുഷ്യൻ ആരല്ല? മുഖറബല്ല. എന്തേ കാരണം? മലക്കുകൾക്ക് മൃഗീയ ഗുണങ്ങളില്ല, മനുഷ്യന് മൃഗീയ ഗുണങ്ങളുണ്ട്. മലക്കുകൾക്ക് മൃഗീയ ഗുണങ്ങളുണ്ടോ? മൃഗത്തിന്റെ സ്വഭാവം ഉണ്ടോ? ശാരീരികമായും മാനസികമായും മനുഷ്യന് മൃഗീയ സ്വഭാവമുണ്ട്. എല്ലാ മൃഗങ്ങളും എവിടെയുണ്ട്? ഈ കൽബിന്റെ അകത്തൊരു പന്നിയുണ്ട്, ഒരു നായയുണ്ട്, ഒരു കഴുതയുണ്ട്, എല്ലാ മൃഗങ്ങളുമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായ സംഗതി? ഈ നായ എടുത്തുചാട്ടത്തിന്റെ പ്രതീകമാണ്. വീട്ടിലേക്ക് അതിഥിയാണ് വന്നതെന്നൊന്നും നായ നോക്കൂല, ചിലപ്പോ ചാടി അങ്ങോട്ട് കടിക്കും. നമ്മുടെ മനസ്സിലുണ്ട്, മൊയ്ലിയാരാണോ തങ്ങളാണോ മാന്യനാണോ ഒന്നും നോക്കൂല. നമ്മൾ ചായയും കുടിച്ചിരുന്ന് ആ ഇറച്ചിയും തിന്നിങ്ങനെ ആഹാ. എനിക്ക് പരിചയമുണ്ട് ഒരാളെ, പേര് ഞാൻ കട്ട് ചെയ്തോളാം. മജീദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ. പള്ളി ഞാൻ പറയൂല. ഒരു ദിവസം പള്ളി കമ്മിറ്റിയിൽ മീറ്റിംഗ് നടക്കാൻ പോവാണ്. അപ്പോൾ മജീദിനെതിരെ ഒരുപാട് സാമ്പത്തിക ആരോപണം വന്നിട്ടുണ്ട്. മജീദിനെതിരെ സാമ്പത്തിക ആരോപണം. അപ്പൊ ഇന്നത്തെ കമ്മിറ്റി മുഴുവൻ ആർക്കെതിരെ ആയിരിക്കും? മജീദിന്. അപ്പൊ ഉസ്താമാരൊക്കെ പറയണം എന്നോട്, ഉസ്താദ് ഇന്ന് എന്തായാലും ഒരു 4-5 മണിക്കൂർ പോകും, അത്രയും വലിയ ആരോപണങ്ങളൊക്കെയാണ്. കമ്മിറ്റി 1/2 മണിക്കൂർ കൊണ്ട് തീർന്ന് പുറത്തു വന്നു. അപ്പൊ ഞാൻ മജീനെ വിളിച്ചു, മജിയെ എങ്ങനെ ഇറങ്ങിപ്പോന്നു? ഉസ്താദെ അവന്മാർ തുടങ്ങിയപ്പോ തന്നെ ഞാൻ മുല്ലാക്കാട കുറ്റെടുത്തിട്ടു. 1/2 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ചായം കുടിച്ച് പിരിഞ്ഞു. എല്ലാവരും അതുമ്മ കയറി അങ്ങ് തോന്നും. അതിന് ഭയങ്കര രസല്ലേ? ഇത് ആരുടെ സ്വഭാവമാണ്? ഏത് മൃഗത്തിന്റെ സ്വഭാവമാണ്? നായയുടെ സ്വഭാവമാണ്. സ്വയം നഫ്സിലേക്ക് നോക്കിയത്, വേറെ ആരിലേക്കും നോക്കണ്ട കേട്ടോ. ആർത്തിയുടെ രൂപമാണ് പന്നി. ഖൻസീർ എന്നൊക്കെ ഖുർആൻ പറഞ്ഞില്ലേ? കഴുത നമ്മൾ വിശേഷിപ്പിക്കുന്നത് അറിയാം? വിവരം കേട്ട കഴുത എന്നൊക്കെ പറയൂലേ? ഇത് ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫമസലുഹു കമസലിൽ ഖൽബ്. അവൻ നായയെ പോലെയാണ്. എന്നാലും ഖുർആനാ പറയണ, മുല്ലര് പള്ളിയിൽ നിന്ന് അതും പറഞ്ഞെന്ന് പറയണ്ട, ഖുർആൻ ഓതിട്ടാ പറയണത്. കമസലിൽ ഹിമാർ, കഴുതയെ പോലെയാണെന്ന് ഖുർആൻ. സംഗതി 2 കാലിൽ നടക്കുന്നേ ഉള്ളൂ ആള് നായയാണ്, 4 കാലില്ലെന്നേ ഉള്ളൂ ആള് കഴുതയാണ്. ഹബീബ് റസൂലുള്ളാഹ്. എത്ര ഇനി ഇത് മാത്രല്ല, ഇതിന്റെ ഒരു അപകടം എന്താന്ന് നിങ്ങൾക്കറിയോ? ഒരു ഹദീസ് കാണാം, യുഹ്ശറു കുല്ലു നഫ്സിൻ കുല്ലു ശഖ്സിൻ അലാ സൂറത്തിഹിൽ മഅനവിയ്യ. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ നഫ്സ് ഏത് മൃഗത്തിന്റെ സ്വഭാവത്തിലാണോ ആ മൃഗത്തിന്റെ രൂപത്തിലാണ് നാളെ ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് വരിക. ശഫീഉനാ റസൂലുള്ളാഹ്. നമ്മുടെ മനസ്സ് എടുത്തുചാട്ടത്തിന്റെ പ്രതീകമായ നായയുടെ സ്വഭാവത്തിലാണെങ്കിൽ നാളെ പരലോകത്ത് അള്ളാന്റെ മുമ്പിൽ ചെല്ലുന്നത് നായയുടെ രൂപത്തിലായിരിക്കും.
നമ്മുടെ മനസ്സ് ആർത്തിയുടെ പ്രതീകമായ പന്നിയുടെ സ്വഭാവത്തിലാണെങ്കിൽ അള്ളാന്റെ മുമ്പിൽ വരുന്നത് പന്നിയുടെ രൂപത്തിലായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ മാത്രം പോരാ, ഈ സംഗതിയൊക്കെ എന്ത് ചെയ്യണം? അടിച്ചോടിക്കണം. ഈ മൃഗങ്ങളെയൊക്കെ അടിച്ചോടിക്കണം. എന്നാൽ അവിടെ ഒരു പോത്ത് ബാക്കിയുണ്ടാവും, അതിനെ ഉദയ്യത്ത് ഇറക്കണം. എന്നെന്ത് ചെയ്യണം? ഉദയ്യത്ത് ഇറക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളെ ഉദയ്യത്ത് ഇറത്തു അല്ലേ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കിയേ, എന്തു ഉദയ്യത്ത് നമ്മൾ അർത്ഥം? കലാപം ഉണ്ടാക്കാൻ പറയല്ലോ കേട്ടോ, നെഫ്സിലേക്ക് നോക്കാം. നമ്മൾ എന്തു ഉദയ്യത്ത് അർത്ഥത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 2 ഉദയ്യത്ത് അർത്തു. അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വന്തം മോനെ ബലിയെറുക്കാൻ പറഞ്ഞപ്പോ കൽബിന്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി വരുന്നൊരു സംഗതി ഉണ്ട്, എന്റെ മോൻ. ആരുടെ മോൻ? എന്റെ റബ്ബ് പറഞ്ഞാൽ ഒന്നും വിഷയമല്ല. ആദ്യം ആ വൈകാരികതയെ ബലിയെർത്തു. ആര്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ടാണ് മൃഗത്തെ ബലിയെറുത്തത്. നമ്മളെല്ലാ വൈകാരികതയും എല്ലാ മൃഗങ്ങളുടെയും സ്വഭാവം കൽബിൽ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് കേവലം പ്രതീകാത്മകമായി ഒരു മൃഗത്തെ അറുത്ത് ബലി കൊടുത്തത് കൊണ്ട് സ്വതക്കേടെ കൂലി കിട്ടുന്നല്ലാതെ എവിടെയാണ് ഉദഹയ്യത്തായത്? അടുത്ത ഉദഹയ്യത്ത് വരുമ്പോഴേക്ക് നമ്മൾ മാറൂലേ? അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇതിനെയൊക്കെ ഓടിച്ചു കളഞ്ഞാൽ നമ്മൾ ജിഹാദിൽ വിജയിച്ചു, നമുക്ക് അള്ളാനെ കാണാൻ പറ്റുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. നമ്മൾ പറഞ്ഞു 2 യുദ്ധം നടക്കുന്നുണ്ട് കൽബില്, കഴുതയും പ്രതാരാള് മലക്കും. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, മറന്നോ ഞങ്ങള്? മനസ്സും മനസാക്ഷിയും തമ്മിൽ യുദ്ധം നടക്കാൻ. ഈ ജിഹാദിൽ വിജയിക്കണം. സൂറത്തുർ റൂമിന്റെ 69-ാമത്തെ ആയത്ത്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. ഈ ജിഹാദ് ചെയ്യുന്നവർക്ക് അള്ളാഹുവിലേക്കുള്ള വഴി, പടച്ചോനെ കാണാൻ പറ്റുന്ന വഴി അള്ളാഹു തുറന്നു തരുമെന്ന് പരിശുദ്ധ ഖുർആൻ. സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്യോ? കേട്ടില്ല? അപ്പൊ അകത്തുള്ള മുഴുവൻ ജന്തുക്കളെയും തല്ലിക്കൊന്നാലേ നമുക്ക് ആരിലേക്ക് പോകാൻ പറ്റൂ? ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. അങ്ങനെ നന്നായവരുടെ കൂടെ ആരുണ്ട്? അല്ലാഹ്, അവനുണ്ട്. ഈ മൃഗങ്ങളെയും ഈ വൈകാരിക സംഗതികളെയൊക്കെ കൽബിന്റെ അകത്ത് കെട്ടിപ്പൂട്ടി വെച്ചിട്ട് എന്റെ കൂടെ അല്ല ഉണ്ടെന്ന് പറഞ്ഞുണ്ടാവോ? ഇല്ല. ജിഹാദ് ചെയ്യണം, നഫ്സിനോട് ജിഹാദ് ചെയ്യണം, നഫ്സിനോട് യുദ്ധം ചെയ്യണം. എൻ്റെ വൈകാരികതയേക്കാൾ എനിക്ക് വലുത് എൻ്റെ നാഥനാണ് എന്നുള്ള തിരിച്ചറിവ് വരണം. അപ്പോഴേ അല്ല കൂടെയുണ്ടാകൂ. പുറത്തുള്ളവരോട് യുദ്ധം ചെയ്യാൻ പറ്റൂലേ? പുറത്തുള്ളവരോട് നമ്മൾ യുദ്ധം ചെയ്യും, പുറത്തുള്ളവരെ വിമർശിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വരെ സ്വന്തം നഫ്സിനെ വിമർശിച്ച എത്ര പേരുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കി. പുറത്തുള്ളവരെ വിമർശിക്കാൻ ഭയങ്കര എളുപ്പമല്ലേ നമുക്ക്, അല്ലേ? ആണ്. അതുപോലെ തന്നെ പുറത്തുള്ളവരോട് യുദ്ധം ചെയ്യാനും എളുപ്പമാണ്. പക്ഷെ ഇന്ന് വരെ നമ്മുടെ നഫ്സിനോട്, സ്വന്തം മനസ്സിനോട് യുദ്ധം ചെയ്തവർ, സ്വന്തം മനസ്സിനെ വിമർശിച്ചവർ എത്ര പേരുണ്ട്? ആ ജിഹാദ് ഉണ്ടെങ്കിൽ അള്ളാനെ കാണാൻ പറ്റും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവരാണ് മുഅ്മിനുകൾ. സൂറത്തുൽ ഹുജറാത്തിന്റെ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. ഇന്നമായിട്ടാ പറയണേ, ഇന്നമൽ മുഅ്മിനൂൻ. ഇവര് മാത്രാണ് മുഅ്മിനീങ്ങൾ. അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി. അള്ളാഹുവിലും റസൂലിലും അതിൽ നമ്മൾ റെഡിയല്ലേ? വിശ്വസിച്ചിട്ടില്ല നമ്മൾ. പക്ഷെ അവിടെ പോരാ. സുമ്മലം യർത്താബു, പിന്നെ സംശയിക്കാനേ പാടില്ല. നിങ്ങൾക്ക് സംശയമുണ്ടോ? എൻ്റെ മുമ്പിലേക്കൊന്നും മതി, സംശയിപ്പിക്കാനുള്ള വഴി ഞാൻ ഇട്ടുതരാം. ഷാഫി ഇംദാദിയുടെ മുമ്പിൽ തോക്കണ ഈമാനാണെങ്കിൽ രക്ഷപ്പെടുവോ? കാരണം മരിക്കാൻ നേരത്ത് ഇംദാദിയേക്കാൾ വലിയ പണ്ഡിതനായി ഇബ്ലീസ എവിടെ വരും? മുമ്പിൽ വരും. ഒക്കെ മനസ്സിലായോ ഞാൻ പറയണ? സുമ്മലം യർതാബു, ഒരു സംശയത്തിനും ഇടയുണ്ടാകാൻ പാടില്ല. വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം, നഫ്സിനോട്
സമ്പത്തിനോടൊക്കെ ജിഹാദ് ചെയ്യുന്നവർ. ആർത്തിയാണ് ഈ പറയുന്ന സംഗതികളൊക്കെ. കയ്യിൽ നിന്നൊരു പൈസ എടുക്കുമ്പോഴത്തേക്കും ഇനി നാളത്തെ കാര്യം എങ്ങനെ, ഈ സംഗതി പോകാതെ ഖൽബിൽ അല്ലാഹു ഉണ്ടാകില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. അങ്ങനെ ഇതൊക്കെ ക്ലിയർ ആക്കുന്നവർ മാത്രം അവരാണ് സ്വാദിഖീങ്ങൾ, അവരാണ് സത്യസന്ധർ, അവർ മാത്രമാണ് മുഅ്മിനുകൾ എന്ന് ഖുർആൻ. ഒരു 10 മിനിറ്റും കൂടെ എടുക്കട്ടെ, എന്നിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഉറക്കം വരുന്ന ഇല്ല, ഇവിടെ ഉറങ്ങിയാൽ പിന്നെ നമ്മൾ എന്നും ഉറങ്ങേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സഅദി ഷിറാസി എന്ന് പറയുന്ന ഒരു സൂഫി കവിയുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കവിത മലയാളീകരിച്ചത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ശത്രുവിന്റെ കൂടെയാണ് നിങ്ങൾ സദാ വസിക്കുന്നത്, എന്തിന് അന്യരോടുള്ള യുദ്ധം നിങ്ങളെ അലട്ടുന്നു. എന്താ പറഞ്ഞ? നിങ്ങളുടെ ശത്രുവിന്റെ കൂടെയാണ് നിങ്ങൾ സദാ വസിക്കുന്നത്, എന്തിന് അന്യരോടുള്ള യുദ്ധം നിങ്ങളെ അലട്ടുന്നു. നിങ്ങൾ കൂടെ കിടന്നുറങ്ങുന്നത് ആരുടെ കൂടെയാ? ലോകത്ത് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ നഫ്സിന്റെ കൂടെയാണ്. എന്നിട്ട് നിങ്ങൾ അതിനോട് യുദ്ധം ചെയ്യാതെ അയൽക്കാരോട്, കൂട്ടുകാരോട്, നാട്ടുകാരോട് യുദ്ധം ചെയ്തിങ്ങനെ നടക്കുക. നിങ്ങളെക്കാൾ വലിയ വിഡ്ഢികൾ ആരാണ് മക്കളെ? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്, അഅദാ അദുഫിക, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ശൈത്വാനല്ല, നഫ്സുകല്ലതി ബൈന ജംബൈക്, നിങ്ങളുടെ നഫ്സാണ്, മനസ്സാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഒരു ശിഷ്യൻ തന്റെ ശൈഖിനോട് ചോദിച്ചു, സയ്യിദി, ഈ ഹദീസിന്റെ ആശയം എനിക്കൊന്ന് പറഞ്ഞുതരാവോ? ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? കൽബുകൊണ്ട് കേൾക്കുന്നുണ്ടോ? അപ്പൊ ശൈഖ് പറഞ്ഞു കൊടുക്കാണ്, മോനെ, പുറത്ത് നിനക്കൊരു ശത്രുവുണ്ട്, ആ ശത്രുവിനോട് ഉദാരത കാണിച്ചാൽ ശത്രുവിനെ നിനക്ക് ആരാക്കി മാറ്റാം? മിത്രമാക്കി മാറ്റാം, അല്ലേ? അയൽക്കാരൻ ആരാണ്? ശത്രുവാണെന്ന് വെക്കാം. ഒരു ദിവസം വീട്ടിൽ ഇത്തിരി ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അയൽക്കാരനുണ്ട്, അസ്സലാമു അലൈക്കും, നല്ല കുട്ടൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കുട്ടനെ ഒന്ന് പെണ്ണുപിള്ള വരട്ടിയതാണ്, കുറച്ചിങ്ങോട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞാൽ എന്ത് തീരും അവിടത്തെ പിണക്കം? ഇല്ലേ? പുറത്തുള്ള ശത്രു ഇപ്പൊ നമുക്കൊരു ഈറ് വന്നു, നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അയ്യോ ഇവനിപ്പൊ എന്തിനാ ഞാൻ അടിച്ചത്, പാവം. നമ്മൾ ഉദാരത കാണിക്കും തോറും അവൻ ആരായി മാറും? നമ്മുടെ മിത്രമായി മാറും. എന്നാൽ അകത്തുള്ള ശത്രുവിനോട് നീ ഉദാരത കാണിച്ചാൽ അവന്റെ ശത്രുത പിന്നെയും വർദ്ധിക്കും. ദേഷ്യം എങ്ങനെ ഉദാരത കാണിക്കപ്പോൾ ഉദാഹരണം പറയാം. ദേഷ്യം വരുന്നു, അപ്പൊ മനസ്സ് പറയും, എടാ 4 കാലുള്ള ജീവിന്റെ പേരങ്ങോട്ട് വിളിച്ചു പറ. അന്നായിക്കോട്ടെ, വിളിച്ചു പറഞ്ഞു. അപ്പൊ നഫ്സ് ഒന്നും കൂടെ, അത് പോരാ, മൂക്ക് കീപ്പിട്ടുള്ളൊരു ജീവി ഉണ്ടല്ലോ, അതിന്റെ പേരങ്ങോട്ട് വിളിച്ചു പറ. അപ്പൊ അതും വിളിച്ചു പറഞ്ഞു. പിന്നെ വായിൽ വരുന്ന വൃത്തികേടുകളൊക്കെ പറഞ്ഞു. നഫ്സ് പറയുന്നത് ചെയ്താൽ, നഫ്സിനോട് ഉദാരത കാണിച്ചാൽ ഏറ്റവും വലിയ ശത്രു ആരായി മാറും? നഫ്സായി മാറും. ആ നഫ്സിന്റെ കൂടെയാണ് നീ കിടന്നുറങ്ങണത്, രക്ഷപ്പെടൂല. ശഫീഉനാ റസൂലുള്ളാഹ്. അതാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ബുർദയിൽ പാടി, അന്നഫ്സു കത്ഫലിൻ തുഹ്മിൽഹു ശബ്ബഅലാ ഹുബ്ബിർ റാദാഇ വഇൻ تفطمه ينفطمي مولاي صلي وسلم دائما أبدا. ബുർദ അതൊരു തൗഹീദിന്റെ തീവ്രരൂപാണ്, മഹബത്തിന്റെ തീവ്രരൂപാണ് ബുർദ. എന്താ പറഞ്ഞത്? നഫ്സ്, മനുഷ്യന്റെ നഫ്സ് പാലുകുടി നിർത്തുന്നൊരു കുട്ടിയെ പോലെയാണ്, പാല് കുടിക്കുന്നൊരു കുട്ടിയെ പോലെയാണ്. അതായത് പാലുകുടി നിർത്തേണ്ട വയസ്സ് എത്രയാ? ആൺകുട്ടിയാണെങ്കിൽ 2 വയസ്സ്, പെൺകുട്ടിയാണെങ്കിൽ അതിൽ കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്. ആൺകുട്ടിയാണെങ്കിൽ 2, പെൺകുട്ടിയാണെങ്കിൽ 1.5 കുടിച്ചാൽ മതി എന്നാണ്. വെറും അന്ധവിശ്വാസം കേട്ടോ. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും 2 കൊല്ലം പൂർത്തിയാക്കി കൊടുക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ 2 വയസ്സായി കഴിയുമ്പോൾ ഉമ്മ എന്ത് ചെയ്യും? കുഞ്ഞിനെ പാലുകൂടി നിർത്താൻ നോക്കും, പലതും ചെയ്തു നോക്കും. പിന്നെ അവസാനം എന്ത് ചെയ്യും? നല്ല കയ്പുള്ള ഇലകളൊക്കെ കൊണ്ടുവന്ന് തേക്കും. പിന്നെ ഉറക്കം പോയാലും വേണ്ടൂല, ഈ പുള്ളൊന്ന് കിടന്നുറങ്ങിയാൽ മതി എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും? ഉറങ്ങാതെ തോളിലിട്ടും ആട്ടിയും ഒക്കെ ആയിട്ട് ഉമ്മാടെ
ഉറക്കം പോയാലും കുഞ്ഞിനെ ഉറക്കാനുള്ള പണി നോക്കും. ഇതുപോലെയാണ് നമ്മുടെ നഫ്സ്. മുലകുടി നിർത്താറായ ഒരു കുട്ടിയെ പോലെയാണ് നഫ്സ്. അടങ്ങൂല, കിടന്ന് പിടക്കും, ഉറങ്ങൂല. അടങ്ങണമെങ്കിൽ നമ്മൾ ജിഹാദ് ചെയ്യണം. കഠിനമായി കുഞ്ഞിനെ ഉറക്കുന്നത് പോലെ കഠിനമായി നമ്മുടെ ഉറക്കം കളഞ്ഞിട്ടാണെങ്കിലും നഫ്സിനോട് ജിഹാദ് ചെയ്യണം, യുദ്ധം ചെയ്യണം. ആ നഫ്സിനെ അങ്ങനെ അടക്കിയാൽ നമുക്ക് ആരെ കാണാം? ആരെ കാണാം? അതാണ് നഫ്സിന്റെ 3 ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് നഫ്സ് മേലെ, അതിന്റെ മേലെ കേട്ടില്ല, ഏതാ? നഫ്സ് അമ്മാറയുടെ മേലെ എന്താണ്? ലവ്വാമ. അതിന്റെ മേലെ മുത്തുമഇന്ന. ആ മുത്തുമഇന്നയിൽ എത്തുന്നവരാണ് റബ്ബുൽ ആലമീനായ തമ്പുരാനെ ആസ്വദിക്കുന്നത്. അപ്പൊ യുദ്ധം ചെയ്യണം. അപ്പൊ ഇന്ന് ഇത്രേ ഞാൻ പറയണുള്ളൂ. നിങ്ങൾ പരമാവധി പരിശ്രമിക്കുക, നഫ്സ് പറയുന്നിടത്തേക്ക് പോവാതിരിക്കുക. നഫ്സിനോട് ഞാനത് ചെയ്യൂലടാന്ന് ഉറപ്പ് പറയാം. അടുത്തൊരാഴ്ച വരുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകണം. ഉണ്ടാവുമോ? വല്ലദീന ജാഹദൂ ഫീനാ, നമ്മുടെ മാർഗത്തിൽ ഈ നഫ്സിനെ അടക്കാൻ നിങ്ങൾ ജിഹാദ് ചെയ്താൽ ലനഹദിയന്നഹും സുബുലന, അവന്റെ കാരുണ്യം കൊണ്ട് അവന് വഴി കാണിച്ചു തരും. നഫ്സ് പറയുന്നിടത്തേക്കൊക്കെ പോയിട്ട് അള്ളാഹ് എനിക്ക് വഴി കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നഫ്സ്, നമ്മുടെ മനസ്സ് പറയും അത് ചെയ്യ്, അവളെ നോക്ക്, ഇവളെ നോക്ക്. നോക്കൂലടാ, എന്റെ റബ്ബിന് ഇഷ്ടമല്ല, ഞാൻ ഇവിടെ നിൽക്കും. അങ്ങനെ ജിഹാദ് ഒരു 21 ദിവസം തുടർച്ചയായിട്ടൊന്ന് ചെയ്തു നോക്കിയേ. ഔലിയാക്കൾ അനുഭവിക്കുന്ന സുഖത്തിന്റെ ഒരല്പം നമ്മൾ അനുഭവിച്ചോടും. അല്പം കിട്ടുള്ളൂ കേട്ടോ, മുഴുവൻ കിട്ടണമെങ്കിൽ ഒരുപാട് പണിയുണ്ട്. ആ അല്പം കിട്ടിയാൽ തന്നെ എന്തൊരു ആനന്ദമായിരിക്കും നമ്മുടെ ലൈഫിൽ. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അപ്പൊ അടുത്ത ആഴ്ച വരുമ്പോ ചെറിയൊരു മാറ്റം നമ്മുടെ ലൈഫിൽ ഉണ്ടാവൂലേ? അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഇപ്പൊ ഇവിടെ നിർത്തണം, ബാക്കി നമുക്ക് എങ്ങനെ മെരിക്കണം, എങ്ങനെയെല്ലാം അത് ലൈഫിൽ കൊണ്ടുവരണം, ഇത് അടുത്ത ആഴ്ച പറയാം. പോരെ? അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏതൊക്കെയാണ് ആ ജീവികൾ എന്ന് അല്ലേ? ആ ജീവികളെയൊക്കെ അങ്ങ് കൊന്നു കളഞ്ഞിട്ട് സെറ്റാകണം. ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. വേണ്ടേ ഈ ക്ലാസ് വേണ്ടേ? അള്ളാഹിനെ കിട്ടണ്ടേ നമുക്ക്? അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ഒലിവിന് എന്താണ് ഖുർആൻ പറഞ്ഞ അറബിയിലുള്ള നാമം അല്ലേ? സൈത്തൂൻ. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തു. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ആ സൈത്തൂനോടൊപ്പം ചേർത്ത് പറഞ്ഞൊരു സംഗതിയാണ് വത്തീൻ. വത്തീനി വസ്സൈത്തൂൻ. ഈ തീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഇന്നത്തെ ചോദ്യം. 1000 രൂപ സമ്മാനത്തിനുള്ള ഇന്നത്തെ ചോദ്യം. തീൻ എന്ന് പറയുന്നത് എന്തിനെയാണ്? അതിനെ മലയാളത്തിൽ എഴുതുക. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരുപാട് മുറാദുകളുണ്ട്. അള്ളാഹു ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കട്ടെ. രാത്രി തിങ്കളാഴ്ച രാവാണ്, അതിൻ്റെ മജ്‌ലിസ് ഉണ്ട്. എല്ലാവരും കൃത്യമായിട്ട് പങ്കെടുക്കണം. 7:15 കേട്ടോ. തിരക്കുകളൊക്കെ മാറ്റി വെച്ച് പങ്കെടുക്കണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഹായിബാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കൽബൊന്ന് തുറന്നു തരണേ അല്ലാ. നിന്നെ കാണാൻ തൗഫീക്ക് നൽകണേ അല്ലാ. കൽബിൻ്റെ കണ്ണുകൊണ്ട് നിന്നെ ഒന്ന് ആസ്വദിക്കാൻ കൊതിയുണ്ട് റബ്ബേ, തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചോനെ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ. പ്രയാസങ്ങൾ നീക്കണേ അല്ലാ. സങ്കടങ്ങൾ അകറ്റണേ അല്ലാ. മക്കളെ ഇണകളെ നന്നാക്കണേ അല്ലാ. ശോഭനമായ ഭാവി നൽകണേ അല്ലാ. തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. കടങ്ങൾ ഏറ്റെടുക്കണേ അല്ലാ. സന്താനങ്ങളെ നൽകണേ അല്ലാ. പടച്ചവനെ സിഹറുകൾ ഐനുകൾ ബാത്തുലാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്വബാഹുൽ ഖൈറിൻ്റെ അഹിലുകാർ, അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ എല്ലാവരുടെയും ഖബറിടം വെളിച്ചമാക്കണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ, ഈ മനസ്സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ത്വാഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.